CPM-ന്റെ പ്രതിനിധി പറഞ്ഞു BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് പെട്രോളിന്റെ വില ഏറ്റവും അധികം. ഇനി വിവരക്കേട് വിളിച്ചു പറയുക എന്നുള്ളത് അവരുടെ പാരമ്പര്യം. അതുകൊണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല. വിവരമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഗൂഗിൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശില് ഇന്ന് പെട്രോളിന്റെ വില 109 രൂപ. BJP ഭരിക്കുന്ന ഹരിയാനയിൽ എത്രയാന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കിക്കോളൂ. 95 രൂപ 46 പൈസ, 95 രൂപ 46 പൈസ, 109, 95, 46, 95 രൂപ 46 പൈസ. ഇന്ത്യയിലെ ആർക്കും നോക്കാലോ. അല്ല, ഞാൻ നോക്കിക്കോളൂ, 109 രൂപയ്ക്ക് ഇവർക്ക് ടെക്നോളജിയിലൊന്നും വിശ്വാസമില്ല. അവർക്ക് ഈ പാർട്ടി ഓഫീസിൽ കൊടുത്തിട്ടുള്ള ഈ ക്യാപ്സ്യൂളുകൾ മാത്രമാണ്. എന്തേ തമിഴ്നാടിനെക്കാട്ടിലും കേരളത്തിൽ, തമിഴ്നാട്ടിൽ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ, കർണാടകയിൽ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ, ഗുജറാത്തിൽ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ എന്തേ കേരളത്തിൽ കുറയ്ക്കുന്നില്ല? ഇവരെന്തേ കുറയ്ക്കുന്നില്ല? തമിഴ്നാട്ടിൽ കുറയ്ക്കുന്നുണ്ട്. വലിയ ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ട് വാളയാർ അതിർത്തിയില്. കേരളത്തെക്കാൾ പെട്രോൾ രൂപ, കേരളത്തിനേക്കാൾ പെട്രോളിന്റെ വില തമിഴ്നാട്ടിൽ കുറവാണ്. ആരെങ്കിലും കോയമ്പത്തൂർ വഴി പോകുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അവിടെ കാണാം. കർണാടക അവിടെ വെച്ചിട്ടുണ്ട് ബോർഡ്. പക്ഷെ ഇവര് കേന്ദ്രത്തിന് തലയിടും. ഞങ്ങൾക്ക് ആക്ഷേപമില്ല. കാരണം പ്രബുദ്ധരായ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഏത് സംസ്ഥാനം എടുത്തോ വില വർധനവിൽ തന്നെ കറങ്ങി നിൽക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങൾ കുറയ്ക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കേരളത്തിൽ കുറയ്ക്കുന്നില്ല? ഇന്ത്യ മഹാരാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങൾ നികുതി കുറച്ചപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട്? ആദ്യ ഇടവേളയിലേക്ക് പോകാൻ ഞാൻ വരാം. ആദ്യ ഇടവേളയിലേക്ക് എന്തുകൊണ്ട് കേരളത്തിൽ കുറയ്ക്കുന്നില്ല? ഈ കേരളത്തിനകത്ത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും പെട്രോളിന്റെ ടാക്സേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ്. 38 രൂപ എക്സൈസ് ഡ്യൂട്ടിയായി കേന്ദ്രം കൊണ്ടുപോകുന്നു. ആ പണം കുറയ്ക്കാൻ നരേന്ദ്രമോദി തയ്യാറായാൽ 2 തവണ കുറച്ചു. ഇത് സ്വയം പറയുന്ന പോലെ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്. 2 തവണ കുറച്ചു. മോദി 2 തവണ കുറച്ചു.